ABC മലയാളം ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് യാത്ര തുടരുകയാണ്. ഇക്കുറി ചെങ്ങന്നൂർ മണ്ഡലമാണ് ആഴത്തിൽ ഞങ്ങൾ വിശകലനം ചെയ്തത്. ചെങ്ങന്നൂരിൽ ആര് ജയിക്കും എന്ന് പ്രവചിക്കാനുള്ള അവസരം, ഊഹിക്കാനുള്ള അവസരം, കണക്കുകൾ അവതരിപ്പിക്കാനുള്ള അവസരം, നിങ്ങളുടെ അവസരമാണിത്. തീർച്ചയായിട്ടും ABCക്ക് വേണ്ടി ഇലക്ഷൻ പ്രവചനം നടത്തുന്നത് പ്രേക്ഷകരാണ്. പ്രേക്ഷകർക്ക് അവസരമുണ്ട്. ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആരംഭിക്കാം ചെങ്ങന്നൂരിൽ ആര് ജയിക്കും എന്ന അഭിപ്രായം രേഖപ്പെടുത്താൻ. ശരിക്കും പറഞ്ഞാൽ ഈ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലാണ് വരുന്നത്. ആലപ്പുഴ ജില്ലയിലൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട 3 ജില്ലകളിലായിട്ടാണ് ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലം കിടക്കുന്നത്. 1962 ഈ മണ്ഡലം രൂപീകരിക്കുന്നത്. അതിനുശേഷം 1962 മുതൽ ഈ പാറ്റേൺ ഇങ്ങനെ തുടർന്നെങ്കിലും 67 തിരുവല്ല മണ്ഡലം അപ്രത്യക്ഷമാവുക, അതായത് ഈ മണ്ഡല പുനർനിർണയത്തിലായിരുന്നു. അപ്പോൾ വീണ്ടും മണ്ഡലത്തിന് രൂപം മാറി. ഏതാണ്ട് 1962 മുതൽ 15 വർഷക്കാലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കണക്കെടുത്താൽ 10 തവണയും UDF-നൊപ്പം നിൽക്കുന്ന മണ്ഡലമായിരുന്നു. അതിൽ തന്നെ PJ കുര്യൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് 5 തവണയാണ് മാവേലിക്കരെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലേക്ക് പോയത്. പിന്നീട് ഒരു മാറ്റം ഉണ്ടായതെന്ന് പറയുന്നത് തമ്പാൻ തോമസ് എന്ന് പറയുന്ന ജനതാദളിന്റെ നേതാവ് അവിടെ മത്സരിച്ചു. ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. അതെ, സോഷ്യലിസ്റ്റ്. അദ്ദേഹമാണ് 1984 മാവേലിക്കരയിൽ നിന്ന് ജയിച്ചു കയറിയത്. ഈ PJ കുര്യന്റെ അടുത്ത് പരാജയപ്പെട്ടതാണ് നമ്മുടെ ഈ നയതന്ത്ര വിദഗ്ധനൊക്കെ ആയിട്ടുള്ള പ്രൊഫസർ നൈനാൻ കോശി. അദ്ദേഹമൊക്കെ അവിടെ പരാജയപ്പെട്ടാം. പിന്നീട് രമേശ് ചെന്നിത്തല അവിടെ മത്സരിക്കാനായിട്ട് 1999 എത്തുന്നു. അന്ന് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ CPM വനിതാ നേതാവായ CS സുജാതയെ രംഗത്തിറക്കുക. CS സുജാത ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അവർ പക്ഷേ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ അടുത്തൊന്നും പിടിച്ചിരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. പക്ഷേ അവർ മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിച്ചു. തൊട്ടടുത്ത വർഷം എന്ന് പറഞ്ഞാൽ 2004 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ രമേശ് ചെന്നിത്തല അട്ടിമറിച്ചു. വ്യക്തിപ്രഭാവം കൊണ്ടാണ് 7700 സംതിങ് വോട്ടിലാണ് തോൽപ്പിച്ചത്, പരാജയപ്പെട്ടിരുന്നത്. ഇനി മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതായത് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ നേതാവ് ഈ ലോക്സഭാ മണ്ഡലത്തിൽ 1971 മത്സരിച്ചു. അന്ന് CPM-ന്റെ കരുത്തുറ്റ നേതാവായിട്ടുള്ള S രാമേന്ദ്രപിള്ള SRP അവിടെ പരാജയപ്പെടുത്തി 55,000-ലധികം വോട്ടിലാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ മണ്ഡലത്തിലുണ്ട്. ഇനി അടുത്ത കാലത്ത് വീണ്ടും മണ്ഡല പുനർനിർണ്ണയമൊക്കെ നടത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നാൽ അടൂർ എന്ന് പറയുന്ന സംവരണ ലോക്സഭാ മണ്ഡലം ഇല്ലാതായി. തുടർന്ന് മാവേലിക്കരയാണ് സംവരണ മണ്ഡലമായത്. അന്ന് 2009 കൊടിക്കുന്നിൽ സുരേഷ് UPA സർക്കാരിൻ്റെ കീഴിൽ തൊഴിൽ മന്ത്രിയായിരുന്നു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ 2014, 2019, 2024 3 തവണയും ഈ കൊടിക്കുന്നിൽ സുരേഷാണ് ഈ സംവരണ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറുന്നത്. ഒരു തവണ ചിറ്റയം ഗോപകുമാർ, ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ, അദ്ദേഹം നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ചിറ്റയം ഗോപകുമാർ പരാജയപ്പെട്ടത്. പിന്നെ ഇത്തവണ അരുൺകുമാർ എന്ന് പറയുന്ന AIYF-ന്റെ ഒക്കെ ഒരു യുവ നേതാവായിരുന്നു, അദ്ദേഹം പരാജയപ്പെട്ടു. എന്തായാലും ഇപ്പോൾ UDF-ന് ഉറച്ച കോട്ടയായ പാർലമെന്റ് മണ്ഡലമാണ് ഈ മാവേലിക്കര. അതിന്റെ ഭാഗത്താണ് ഈ ചെങ്ങന്നൂർ എന്ന് പറയുന്നത്. ആ നിയമസഭാ മണ്ഡലത്തിലും ഇല്ലേ ഒരുപാട് ചരിത്രങ്ങൾ. തീർച്ചയായിട്ടും നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രം എടുക്കുമ്പോൾ കൗതുകം നിറഞ്ഞ കുറേ കാഴ്ചകളുണ്ട്. ഏറ്റവും ഒടുവിലത്തെ 2 തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ 2016-ലെയും 2021-ലെയും തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്താൽ ഏതാണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ഈ നമ്മുടെ തൊട്ടു മുമ്പിൽ എത്തി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാധ്യത നമുക്ക് ഊഹിക്കാനും കണക്കുകൂട്ടാനും ഒക്കെ പറ്റും. KK രാമേന്ദ്രൻ നായരായിരുന്നു 2016-ലെ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥി MLA ആയിരിക്കുമ്പോൾ, ചെങ്ങന്നൂരിൻ്റെ MLA ആയിരിക്കുമ്പോഴാണ് 2018-ൽ മരിച്ചു പോകുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിലാണ് ഇന്നത്തെ നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ മത്സരരംഗത്തേക്ക് വരുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 2016-ലെ വോട്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം 1,97,372 ആയിരുന്നു 2016-ൽ. 2021 ആയപ്പോൾ 11,000 വോട്ട് കൂടി 2,08,498 വോട്ടായിട്ട് മാറി. 11,000 വോട്ടിൻ്റെ വർധനവുണ്ടായി. പോൾ ചെയ്ത വോട്ടിൻ്റെ കണക്ക് നോക്കുമ്പോഴും ഉള്ള പ്രത്യേകത 2016-ൽ 1,45,518 ആയിരുന്നെങ്കിൽ അത് 2021-ൽ 1,47,171 വോട്ടായി. 2016-ലെ സ്ഥാനാർത്ഥി KK രാമേന്ദ്രൻ നായർ എന്ന CPM നേതാവായിരുന്നു. അദ്ദേഹം MLA ആയിരിക്കുമ്പോഴാണ് മരിക്കുന്നത്. 2018-ൽ അദ്ദേഹം മരിച്ചിട്ടാണ് ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യമായി സജി ചെറിയാൻ വരുന്നത്. അതേ സജി ചെറിയാനാണ് വീണ്ടും 2021-ലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പ്രധാനപ്പെട്ടൊരു വ്യത്യാസം, KK രാമേന്ദ്രൻ നായർക്ക് കിട്ടിയതിനേക്കാൾ വളരെ കൂടിയ വോട്ടുകൾ സജി ചെറിയാന് നേടാൻ സാധിച്ചു എന്നതാണ്. പ്രത്യേകിച്ച് ഒരു 19,000 വോട്ടിൻ്റെ കൂടുതൽ KK രാമേന്ദ്രൻ നായർക്ക് കിട്ടിയിരുന്നത് 52,880 വോട്ടായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ പോൾ ചെയ്ത വോട്ടിൻ്റെ 36.34% മാത്രം വോട്ടുകളാണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നതെങ്കിൽ
2021 സജി ചെറിയാൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് 71,502 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 50%, 48.58% വോട്ട് കിട്ടിയെന്ന് മാത്രമല്ല 5 കൊല്ലം മുമ്പ് അതേ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ 19,000 വോട്ടുകൾ സജി ചെറിയാൻ അധികം നേടി. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിൽ ഗണ്യമായ ഭീകരമായ വർധനവുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ രാമേന്ദ്രൻ നായർ ജയിക്കുന്നത് 7,983 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണെങ്കിൽ സജി ചെറിയാൻ ജയിക്കുന്നത് 32,093 വോട്ട് ഭൂരിപക്ഷത്തിനാണ്. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിൽ പോലും 24,000 വോട്ടിൻ്റെ 1,00,000 വോട്ടിൻ്റെ വർധനവുണ്ടായി. വലിയ കുതിച്ചുചാട്ടമാണ് സത്യത്തിൽ സജി ചെറിയാന് അവിടെ കിട്ടിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് കാണാൻ. പ്രധാനപ്പെട്ട വ്യത്യാസം എതിർ സ്ഥാനാർത്ഥിയിൽ വന്ന മാറ്റമാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ ലീഡ്? സജി ചെറിയാൻ്റെ വ്യക്തിപരമായ സ്വാധീനമാവാം ഒന്ന്. രണ്ടാമത്തെ കാരണം എതിർ സ്ഥാനാർത്ഥിയിൽ മാറ്റം വന്നു. PC വിഷ്ണുനാഥാണ് 2016 KK രാമേന്ദ്രൻ നായർക്കെതിരെ മത്സരിച്ചത്. അതെ, അന്ന് 44,897 വോട്ടാണ് PC വിഷ്ണുനാഥ് നേടിയത്. എന്നാൽ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ വിഷ്ണുനാഥ് അവിടുന്ന് മാറുന്നു, M മുരളി മത്സരിക്കുന്നു. M മുരളിക്ക് പക്ഷേ വിഷ്ണുനാഥ് നേടിയതിനേക്കാളും 5,000 വോട്ട് കുറച്ചേ കിട്ടിയുള്ളൂ. അതിൻ്റെ കാരണം സജി ചെറിയാൻ വന്നതാവാം ഒരു കാരണം. ഇനി PC വിഷ്ണുനാഥിൻ്റെ വ്യക്തിപ്രഭാവമാണോ എന്ന് നമുക്കറിഞ്ഞൂടെ. എന്തായാലും 39,409 വോട്ടാണ് അന്ന് 2021 തെരഞ്ഞെടുപ്പിൽ M മുരളിക്ക് കിട്ടുന്നത്. 5,000 വോട്ട് അവർക്ക് തന്നെ കുറഞ്ഞു. ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി ചെങ്ങന്നൂരിനുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ BJP നേതാവ് ഇന്ന് മത്സരിക്കുന്ന മണ്ഡലം ചെങ്ങന്നൂരല്ല. നമുക്കറിയാം, തൊട്ടു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത മഞ്ചേശ്വരമാണെങ്കിൽ ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ BJP നേതാക്കന്മാർക്ക് ആത്മവിശ്വാസത്തോടെ പോയി മത്സരിക്കാമായിരുന്ന മണ്ഡലമായിരുന്നു. PS ശ്രീധരൻപിള്ള BJPയുടെ 2 തവണ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന, ഇപ്പോൾ പിന്നീട് ഗോവ ഗവർണറായിട്ട് റിട്ടയർ ചെയ്ത അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള വലിയ വോട്ട് നേടി മത്സരരംഗത്ത് വന്ന മണ്ഡലമാണ് ചെങ്ങന്നൂർ. അത് 2016 അന്ന് അദ്ദേഹം 42,682 വോട്ട് പിടിച്ചു. പക്ഷെ അത്ഭുതകരമായൊരു കാര്യം, ശ്രീധരൻപിള്ള മാറിയിട്ട് ഈ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ BJPയുടെ തന്നെ നേതാവ് MV ഗോപകുമാർ മത്സരിക്കുമ്പോൾ BJPയുടെ വോട്ട് ഗണ്യമായി കുറഞ്ഞു. എന്നാൽ ശ്രീധരൻപിള്ള പോയതുകൊണ്ട് ആവാം ഒരു കാരണം. പക്ഷേ മറ്റു പല കാരണങ്ങളും അക്കൂട്ടത്തിലുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. MV ഗോപകുമാർ ഇനി കിട്ടിയത് 34,620 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ BJPയുടെ പെട്ടിയിൽ നിന്ന് 8,000 വോട്ട് കുറഞ്ഞു പോയി. ഒന്ന്, കോൺഗ്രസിന്റെ പെട്ടിയിൽ നിന്ന് 5,000 വോട്ടും കുറഞ്ഞു. മൊത്തം വോട്ടർമാരുടെ അപ്പോൾ 8ഉം 5ഉം 13ആയി. പുതിയ വോട്ടർമാരുടെ എണ്ണം 11,000 കൂടിയിട്ടുണ്ട്. 11ഉം 13ഉം കൂട്ടിയാൽ 24ആയി. സജി ചെറിയാന് കൂടുതൽ കിട്ടിയ വോട്ട്, KK രാമേന്ദ്രൻ നായരേക്കാൾ കൂടുതൽ കിട്ടിയ വോട്ട് ആ കണക്കിൽ നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ഇതാണ് ചിത്രം. ഇനി ഈ മണ്ഡലത്തിന്റെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഒരു പ്രത്യേകത മാത്രം ഞാൻ ആദ്യമേ പറയാം. ഇത് കേരള സ്പീക്കറുടെ മണ്ഡലമാണ്. ആദ്യ കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്ന ശങ്കരനാരായണൻ തമ്പി മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ശങ്കരനാരായണൻ തമ്പി സാറാണ് ആദരപൂർവ്വം കേരളം കാണുന്ന കേരളത്തിൻ്റെ ആദരണീയനായ സ്പീക്കറായിരുന്നു ശങ്കരനാരായണൻ തമ്പി സാറ്. അദ്ദേഹം ജയിച്ച മണ്ഡലമാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നേ ഉള്ളൂ. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു അദ്ദേഹം. മറ്റു പ്രത്യേകതകളിലേക്ക് കടക്കാം. പിന്നീട് ഈ സരസ്വതി അമ്മ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ അവിടെ എത്തുന്നു. പിന്നീട് ശോഭന ജോർജ് 3, 2, 5 തവണ വനിതകളെ ജയിപ്പിച്ച ഒരു നിയമസഭാ മണ്ഡലമാണ്. മൊത്തം 10 തവണ LDF അവിടുന്ന് വിജയിച്ചു കയറി, 6 തവണ UDF ആണ് വിജയിച്ചു കയറി. ഇതിൽ PC വിഷ്ണുനാഥിന്റെ കാര്യം എടുത്തു പറയണം. കാരണം PC വിഷ്ണുനാഥ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ട് KSUവിലൂടെ ഒക്കെ വരുന്നു വന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ നോമിനി എന്നൊക്കെ രീതിയിൽ ചെങ്ങന്നൂർ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച 2 തവണയും അവിടെ നിന്ന് ഈ വിഷ്ണുനാഥ് ജയിച്ചു കയറി. അതിനുശേഷം 3ാമത്തെ തവണയാണ് ഈ രാമേന്ദ്രൻ നായരുടെ അടുത്ത് പരാജയപ്പെടുന്നത്. പിന്നീട് ഈ പറയുന്ന വിഷ്ണുനാഥ് അവിടുന്ന് പോയപ്പോൾ M മുരളി അവിടേക്ക് വരിക. M മുരളി എന്ന് പറയുന്നത് മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ ഒരു MLA ആയിരുന്നു. അദ്ദേഹം വളരെ ജനകീയനായി 2-3 തവണയെങ്കിലും തുടർച്ചയായിട്ട് MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാണ്. പിന്നീട് മാവേലിക്കരയിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് കഴിഞ്ഞ തവണ M മുരളി ചെങ്ങന്നൂരിലേക്ക് മത്സരിക്കാനായിട്ട് എത്തുന്നത്. അവിടെ വെച്ചും ഈ പറയുന്ന മുരളിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇനി ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് സംശയം ഉണ്ടാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ചെങ്ങന്നൂര് ഇത്തവണ BJPക്ക് വലിയ നേട്ടങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചെങ്ങന്നൂരും ഒരു ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയുള്ള മണ്ഡലമാണെന്നാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുക, അല്ലേ? ഉറപ്പായും. ഇത് ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് 6 തവണയാണ് ഇവിടെ ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിൻ്റെ സത്യത്തിൽ CPI ഇത് പിടിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ വലിയ ഭൂരിപക്ഷത്തിലാണ് സജി ചെറിയാൻ വിജയിച്ചു വന്നത്. അപ്പോൾ
ഒരുപക്ഷെ ആ ഒരു വലിയ പിന്നെ വിജയമായിരിക്കാം അദ്ദേഹം ചില വിവാദ പ്രസ്താവനകളൊക്കെ വന്നത് ഓർമ്മയുണ്ടാവും. അതെ അതെ പിടിച്ചെടുത്തു എന്ന് പറയുന്നത് നമ്മുടെ ഈ വിമോചന സമരത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അത് വലിയ മുന്നേറ്റം തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ മന്നം പട്ടം എന്താണ് ഉണ്ടല്ലോ, പട്ടം മന്നം ബാഫക്കി തങ്ങൾ ആ ഒരു മൂവ്മെന്റ് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കിയ സമയം. 60-ലെ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തു എന്ന് പറയുന്നത് ശരിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്ക് ഭരിച്ചിരുന്ന ഒരു കാലത്തെ തോൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതിപ്പോൾ പിന്നെ മാത്രമല്ല PC വിഷ്ണുവാസ് ചെറുപ്പത്തിൻ്റെ വലിയ തോതിൽ ഒരു ഊർജ്ജം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം അവിടെ വിജയിച്ചു. പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത്, ഈ തമ്പി സാറിനെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ സജി ചെറിയാൻ, പിന്നെ PC വിഷ്ണുവാസ് ചെറുപ്പം, പിന്നെ നമ്മുടെ ശോഭന ജോർജിന്റെ മണ്ഡലമായി കാരണം പറയുന്നത് അപ്പോൾ മാഷിക്ക് ഓർമ്മ വേണം, പണ്ട് കർണാറിനെ ദുർബലപ്പെടുത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി വ്യാജരേഖ വിവാദമൊക്കെ അക്കാലത്തുണ്ടായിരുന്നു. പിന്നെ അത് ചെത്തിപ്പോയി എങ്കിൽ പോലും സർക്കാർ ഔദ്യോഗിക രേഖ എന്നുള്ള മട്ടിൽ വ്യാജരേഖ സമർപ്പിച്ചു എന്നൊക്കെയാണ് കേസ്. പക്ഷേ ആ കേസ് ഒരിടത്ത് എത്തിയില്ല എങ്കിൽ കൂടി അപ്പോൾ പിന്നീട് അത് ശോഭന ജോർജ് ഇടതുപക്ഷത്തേക്ക് പോകുന്ന രസകരമായ കാര്യം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് ആണ് ഈ മണ്ഡലം. വേറൊരു പ്രത്യേകത സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അന്യം നിന്ന് പോയ വന്നതുപോലെ നിഷ്കാസനം ചെയ്തൊരു പാർട്ടിയാണ് NSS ഉണ്ടാക്കിയ പാർട്ടി NDP. ആ പാർട്ടി 3 തവണ ജയിച്ച മണ്ഡലം. അതുകൊണ്ട് NSSന്റെ അത് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സവർണ ഹിന്ദു വോട്ടുകളുടെ ഒരു കേന്ദ്രമാണ്. ഉറപ്പായും. അതെ. അതുകൊണ്ട് NSSന്റെ നിലപാടൊക്കെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും വളരെ നിർണായകമായി തീരുന്ന ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂർ എന്നാണ് അതിന്റെ അർത്ഥം. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഈ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്താൽ UDF 43.8% വോട്ടാണ് ലഭിച്ചത്. NDAക്ക് 17.8% വോട്ട് ലഭിക്കുന്നു. LDF ലഭിക്കുന്നത് 36.8%. 5 വർഷം കഴിഞ്ഞ് നടന്ന 2024 തെരഞ്ഞെടുപ്പിൽ 43.8% വോട്ട് ലഭിച്ച ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 39.2% കുറഞ്ഞു, കുത്തനെ കുറയാണ്. ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥിക്ക് 36.8% ഉണ്ടായിരുന്നത് 2024 37.9% വർദ്ധിച്ചു. NDA സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലാണ് അവിടെ 17.8 ആയിരുന്നു 2019 2024 ആയപ്പോഴേക്കും 20.3% ആയി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് BJPക്ക് വലിയ വേരോട്ടം ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. ഈ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ 5 പഞ്ചായത്തുകളിലാണ് BJP ഇത്തവണ വലിയ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. കൂടാതെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ BDJSന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് കഴിഞ്ഞ തവണ അവിടെ NDA സ്ഥാനാർത്ഥി മത്സരിച്ചത്. BDJSന്റെ തഴവ സഹദേവൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി 1,33,000 വോട്ട് മാവേലിക്കര മണ്ഡലത്തിൽ പിടിച്ചു. അപ്പോൾ മാഷ് പറഞ്ഞ പോലെ NSSന് അവിടെ സ്വാധീനമുണ്ട്, SNDPക്ക് സ്വാധീനമുണ്ട്, ഒപ്പം തന്നെ ഈ സംവരണ മണ്ഡലം എന്ന നിലയിൽ ആ തരത്തിലുള്ള കുറേ വോട്ടുകളുമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 3 മുന്നണികൾക്കും അവിടെയൊക്കെ സ്വാധീനമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണിത്. ഒപ്പം വേറൊരു പ്രത്യേകത കൂടിയുള്ളത്, 64-ലാണല്ലോ കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത്. കേരള കോൺഗ്രസ് ഉണ്ടായപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഘടകം അന്ന് ബാലകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ളവർ ഒരു പ്രധാന നായർ വിഭാഗം കേരള കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നിന്നയാളാണ് ഈ KR സരസ്വതി അമ്മ. KR സരസ്വതി അമ്മ ചെങ്ങന്നൂരിൽ MLA ആണ്. അതിന്റെ തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ MLA ആണ്. പിളർന്നപ്പോൾ കേരള കോൺഗ്രസിലേക്ക് പോയി. സരസ്വതി അമ്മ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിച്ചു. അതിന്റെ പ്രത്യേകത അതുപോലെ തന്നെയാണ്. ഈ ICS എന്ന് പറയുന്ന ഒരു പാർട്ടി കോൺഗ്രസ് വളർന്നു പോയ ഒരു ചെറിയ ഗ്രൂപ്പ് ആയിരിക്കാം. അങ്ങനെ ഇല്ലാതായ പാർട്ടികൾ 2 ഉണ്ട് ചെങ്ങന്നൂരിനെ പ്രതിനിധീകരിച്ചവർ, അല്ലേ? ഒന്ന് NDP ഉണ്ട്, ഒന്ന് ICS ഉണ്ട്, സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. എന്തായാലും ഈ 17 തെരഞ്ഞെടുപ്പുകളിൽ 6 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെങ്ങന്നൂരിനെ പ്രതിനിധീകരിച്ചു. 5 തവണ CPM എന്ന് പറയാം, 1 അവിഭക്ത CPI എന്ന് പറയുന്നത് കൂടി ചേർത്താൽ 6 തവണ കമ്മ്യൂണിസ്റ്റുകാർ പ്രതിനിധീകരിച്ചു. ഒപ്പം NDP ഇല്ലാതായ നായർ പാർട്ടി 3 തവണ പ്രതിനിധീകരിച്ചു. കേരള കോൺഗ്രസ് ഒരിക്കലും, ICS എന്ന പാർട്ടി ഒരിക്കലും പ്രതിനിധീകരിച്ചു. ഇതാണ് അവിടുത്തെ 17 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം. ഒടുവിലത്തെ ഒരു ചിത്രം എന്താണെന്ന് വെച്ചാൽ ക്രമാനുഗതമായി CPM എന്ന പാർട്ടി വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുകയും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിലൊന്നായ 32,093 വോട്ടിന് സജി ചെറിയാൻ ഇപ്പോൾ ചെങ്ങന്നൂരിനെ പ്രതിനിധീകരിക്കുന്നു എന്നതുമാണ് അവിടുത്തെ ഏറ്റവും പുതിയ യാഥാർത്ഥ്യം. അല്പം കൂടി മുന്നോട്ട് കടന്നാൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അത് നോക്കിക്കഴിയുമ്പോൾ കേരളത്തിലെ 80ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ
ആ തദ്ദേശം വെച്ച് നോക്കുകയാണെങ്കിൽ UDF ആയിരുന്നു മുൻതൂക്കം. ഒരു 58ഓളം സ്ഥലങ്ങളിലായിരുന്നു LDF മുൻതൂക്കം. ആ LDF മുൻതൂക്കം ലഭിച്ച മണ്ഡലങ്ങളിൽ ഒന്ന് ചെങ്ങന്നൂരാണ്. ഓ അത് ശരി. എന്ത് വന്നാലും ഇളകാത്ത ഒരു ചെങ്ങന്നൂർ മാറുന്നു എന്നുള്ളതാണ്. അവിടെയും ആ കണക്ക് നോക്കുമ്പോൾ 46,312 UDF, 48,138 LDF. നേരിയ ലീഡ് 1800 ചില്ലറ വോട്ടിന്റെ ലീഡ് വരുന്നു. അതിനും താഴെയാണ് BJP. അത് പക്ഷേ ഈ കടുത്ത ഇടതുപക്ഷ വിരുദ്ധ തരംഗം ഉണ്ടായിട്ടും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്നിട്ടും ഇളകാതെ എന്നതാണ് നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ സജി ചെറിയാന്റെ ശക്തമായിരിക്കാം. എന്താണ് അതാണ് നമ്മുടെ ഈ ഒരു അവസ്ഥ. ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ആവേശോജ്വലമായ ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫലപ്രഖ്യാപനം മുൻകൂറായി നടത്താം. അതിനുള്ള അവസരം ABC മലയാളം ഒരുക്കുന്നുണ്ട്. 140 മണ്ഡലങ്ങളിലെയും UDF, LDF, NDA വിജയികളെ മുൻകൂട്ടി നിങ്ങൾക്ക് നിശ്ചയിക്കാം. ഞങ്ങളുടെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ എത്രയും വേഗം നിങ്ങൾക്ക് പ്രവചിച്ച് തുടങ്ങാം. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.